ശ്രീ ജോർജ് ജോസഫ് 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മയക്കുമരുന്നുമായി ഒരു ഓസ്ട്രേലിയൻ പൗരനെ പിടികൂടുന്നു. അയാളുമായി ബന്ധപ്പെട്ട കേസ് തിരുവനന്തപുരത്തെ കോടതിയിൽ വരുന്നു. കുറ്റം തെളിയിക്കപ്പെടുന്നു. പക്ഷേ കോടതി ജീവനക്കാരനുമായി ചേർന്ന് അന്നത്തെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു അടിവസ്ത്രം ചെറുതായി അതിൽ കൃത്രിമം വരുത്തി സമർപ്പിക്കുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ പോകുന്നു. അയാൾ രക്ഷപ്പെടുന്നു. ഇതാണ് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം. പക്ഷേ ഇത്ര കാലം എങ്ങനെ നീണ്ടുപോയി? എത്രത്തോളം വലിയ പ്രയത്നം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന്, അഭിഭാഷകരെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന്. അത് ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നുവെങ്കിലും ആന്റണി രാജു ഈ കേസിനെ പരിപൂർണമായി നിയന്ത്രിച്ചുവെങ്കിലും നിയമ സംവിധാനങ്ങൾ ആന്റണി രാജുവിന് വഴങ്ങിക്കൊടുത്തു എന്നാണ് ഈ 3 പതിറ്റാണ്ടിന്റെ ചരിത്രമാകെ, ഈ കേസിന്റെ നടപടിക്രമം ആകെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനൊരു കേസ് ഇപ്പോൾ തെളിയിക്കപ്പെടുന്നത് വളരെ വൈകി? ഇതിനകത്ത് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായില്ല. അത് തന്നെയല്ല, ഈ കേസിന്റെ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ ഓണസ്റ്റ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ഉദ്യോഗസ്ഥനായിരുന്നു എല്ലാവരും. പക്ഷെ ആന്റണി രാജു ഒരു വക്കീലായതുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് നീണ്ടുപോയി. ഏകദേശം 1994 കേസ് ഏകദേശം 35-36 വർഷത്തോളം അത് നീട്ടിക്കൊണ്ട് പോയി. പക്ഷേ അതിന് മോചനമില്ല. ഹൈക്കോടതി അതിനകത്ത് ഇടപെട്ടതിന് ശേഷമാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് ട്രാൻസ്ഫർ ചെയ്ത് വന്നപ്പോഴാണ് ആ കേസിന്റെ ട്രയൽ എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞത്. അതനുസരിച്ച് തീർത്തു കഴിഞ്ഞു. അതായത് ഒരു കേസിന്റെ ജൂറിസ്ഡിക്ഷൻ, കോടതിയുടെ പരിധി മറ്റു കോടതിയിലേക്ക് മാറ്റൽ, എങ്ങനെ തടസ്സപ്പെടുത്താം, എത്ര അപ്പീലുകൾ നൽകാം, എങ്ങനെയൊക്കെ ഹാജരാകാതിരിക്കാം, എങ്ങനെ പോലീസിനെ സ്വാധീനിക്കാം, എങ്ങനെ നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോകാം, അതിന് ഏറ്റവും എ ക്ലാസ് ഉദാഹരണം കൂടിയാണ് ഈ കേസ്. ടിപ്പിക്കൽ കേസാണിത്. കാരണം ഒരു ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെട്ടുകൊണ്ട് പോകാം, അതിന് ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം, കാലഘട്ടങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ വീര്യം സൂര്യമൊക്കെ അങ്ങ് നിൽക്കുക. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അത് 36 വർഷത്തെ ചരിത്രം ഉണ്ടായെങ്കിലും ഇപ്പോഴൊരു 3 വർഷമെങ്കിലും ശിക്ഷ കൊടുക്കാൻ പറ്റിയില്ലോ. പക്ഷേ അത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട് 3 വർഷത്തെ ശിക്ഷ മാത്രമേ, അത് കൂടുതൽ അവർക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ 325 CRPC അനുസരിച്ച് ഹയർ ശിക്ഷയ്ക്ക് 10 വർഷത്തെ ശിക്ഷയും കൂടെ ഫൗണ്ട് ഗിൽറ്റിയിൽ വന്നതുകൊണ്ട് അവിടുന്ന് ആ കേസ് ആ കോടതിക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മാത്രമേ 10 വർഷം വരെ 7 മുതൽ 10 വർഷം വരെ ശിക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇക്കാര്യം പരിഗണിക്കണം, ശിക്ഷാവിധി അവിടേക്ക് മാറ്റണമെന്നൊരു ആവശ്യം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചല്ലോ കഴിഞ്ഞ ദിവസം. എന്തുകൊണ്ടാണ് നിയമപരമായ ഒരു പരിധി എന്താണ്? ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിക്ക് 3 വർഷം പരമാവധി ശിക്ഷ വിധിക്കാൻ കഴിഞ്ഞു. ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വരുമോ? ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പീൽ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ശിക്ഷ കൂടാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ 3 വർഷത്തേക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൊടുക്കുള്ളെങ്കിൽ ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട് തന്നെ അത് കൊടുക്കാമായിരുന്നല്ലോ. പിന്നെ 325 ഹയർ ശിക്ഷയ്ക്ക് ഇവിടെ വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ശിക്ഷ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ആ കോടതിക്ക് തന്നെ കൊടുക്കാമായിരുന്നു. പക്ഷേ 3 വർഷത്തെ ശിക്ഷയുള്ള ആർക്കും തീർച്ചയായിട്ടും ജാമ്യം ലഭിക്കും. കോടതി തന്നെ ജാമ്യം കൊടുത്തിട്ട് ഹയർ കോടതിയിലേക്ക് ശിക്ഷ കൂട്ടാൻ വേണ്ടി പ്രോസിക്യൂഷന് പോകാം, അല്ലെങ്കിൽ ശിക്ഷ കുറയ്ക്കാൻ വേണ്ടി അയാൾക്കും പോകാം. ഇവിടെ ഇപ്പം പ്രോസിക്യൂഷൻ പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും 3 വർഷത്തെ ശിക്ഷ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഈ അസംബ്ലിയിൽ ഇരിക്കാൻ കഴിയില്ല. കാരണം 2 വർഷത്തിൽ കൂടുതൽ തടവുണ്ടെങ്കിൽ അസംബ്ലിയിൽ ഇരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അത് സ്പീക്കർ ജഡ്ജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും രാജിവെച്ച് പോകാം. കാരണം ഹൈക്കോടതിക്ക് ഏതായാലും 1 മാസത്തിനകം ഈ ശിക്ഷയുടെ കാലാവധി 1 മാസത്തിനകം അത് റദ്ദ് ചെയ്യുകയോ അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വഴങ്ങുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 30 ദിവസത്തിനകം ഇതിനൊരു പരിഹാരം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകണം. അർജന്റായിട്ട് പരിഗണിക്കുമായിരിക്കാം. പക്ഷെ ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് ഉണ്ട്. കാരണം 10 വർഷത്തെ തടവിന്റെ ഉള്ള കാര്യങ്ങളുടെ പ്രൂവ് ആയിട്ടുണ്ട്. ഫൗണ്ട് ഗിൽറ്റിയിൽ നിന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പറഞ്ഞപ്പോൾ 3 വർഷം മാത്രമേ ശിക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. അതെല്ലാം കൺകറന്റ് ആയിട്ട് 2 വർഷം, 3 വർഷം, പിന്നെ 6 മാസം എല്ലാം കൂടെ കൺകറന്റ് ആയിട്ട് 3 വർഷം. അതിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യം ഇതിനകത്ത് വന്നത് കൊണ്ടാണ് ആ കോടതി അവിടെ നിന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അയച്ച് ഫൗണ്ട് ശിക്ഷ മാത്രം. പക്ഷെ അതിനകത്തൊരു പ്രൊവിഷൻ പറയുന്നുണ്ട്. 325 പറയുന്നത് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം അതിനകത്ത് ഉണ്ടെങ്കിൽ അത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹയർ കോടതി ശിക്ഷ വിധിക്കുന്നിടത്ത് അത് ഉന്നയിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് ഉന്നയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും 3 വർഷത്തിന് ലിമിറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ വിചാരിച്ചത് അത് കൂടുതലുള്ള ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയിട്ടുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഹയർ ശിക്ഷ ഉണ്ടാകും. പക്ഷെ ഹൈക്കോടതിയിൽ ഇത് അപ്പീൽ പോയി കഴിഞ്ഞാൽ ആ കാര്യം കൂടെ പരിഗണിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നെങ്കിൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന MLA ആണല്ലോ. അതുകൊണ്ട് എന്ത് സംഭവിക്കും നമുക്കറിയില്ല. കാരണം ഹൈക്കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന് പ്രൈവറ്റ് ആയിട്ട് ആൾക്കാർക്കോ പ്രോസിക്യൂഷനോ
അതിന് പോവുകയാണെങ്കിൽ അയാൾ ശിക്ഷ കൊടുക്കണം എന്ന് അപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. പൊളിറ്റിക്കലായിട്ട് അങ്ങനെ നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് ശിക്ഷ കൂടാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശിക്ഷ കൂടാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതെ അതെ അതെ. സർവീസിലുള്ള കാലത്താണല്ലോ ഈ കേസ് വളരെ പ്രമാദമായ കേസായിരുന്നു. 10-30 വർഷം മുൻപുള്ള കേസാണ്. 90-ലെ കേസാണ്. 94-95 ആന്റണി രാജുവിനെതിരെ ഈ കേസ് തിരിഞ്ഞു വരുന്നത്. ആ കാലത്ത് സിനിമയുടെ പോലും വലിയ വിഷയമായി മാറിയില്ല. കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടൊരു വലിയ കേസായിരുന്നല്ലോ. ആ കേസിന്റെ അന്ന് അങ്ങ് സർവീസിലുള്ള കാലത്ത് ആ കേസ് എത്രത്തോളം വളരെ പ്രധാനമായി പോലീസിലുൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടു. വലിയ സംശയം ഉയർന്നു വന്നിരുന്നോ? ഇങ്ങനെയൊക്കെ നടക്കുമോ? കോടതിയിൽ നിന്നിങ്ങനെ തൊണ്ടി മുതൽ നശിപ്പിക്കാൻ കഴിയുമോ? ഇപ്പോൾ കോടതി ജീവനക്കാരനായിരുന്ന ഒരാൾ കൂടി, ആന്റണി രാജുവിനൊപ്പം ജോസ് കൂടിയാണ് പ്രതി. തൊണ്ടി മുതൽ കൃത്രിമം കാട്ടാൻ ജോസ് കൂട്ടുന്നു എന്നുള്ളതാണല്ലോ ഈ കേസിന്റെ ആകെ ഒരു കണ്ടന്റ്, ഉള്ളടക്കം. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമെന്നു പോലീസ് സർവീസിലുള്ളവർക്ക് അറിയാമായിരുന്നു. ഇങ്ങനെ ഒരു അതിബുദ്ധി ആ കാലത്ത് പ്രയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അത് ഓസ്ട്രേലിയൻ അയാളെ ട്രിവാൻഡ്രം എയർപോർട്ടിലെ അയാളുടെ അണ്ടർവെയറിനകത്ത് ഡ്രഗ്സ് കൊണ്ടുവന്നു, ആഷിഷ് കൊണ്ടുവന്നപ്പം പിടിക്കപ്പെട്ടതാണ്. ആ കേസിനകത്ത് അയാള് ഇവിടെ ജയിൽ ശിക്ഷ അനുഭവിക്കാനായിട്ട് അയാൾ ഹൈക്കോടതി ചെന്ന് അപ്പീൽ ചെന്ന് കഴിഞ്ഞപ്പം, ഇവിടെ ലോവർ കോടതി ശിക്ഷിച്ചെങ്കിലും ഹൈക്കോടതിയിൽ അപ്പീൽ ചെന്ന് കഴിഞ്ഞപ്പം അതിനു മുമ്പ് ഈ ബ്രീഫ് ഈ അണ്ടർവെയർ ഇവിടുത്തെ തൊണ്ടി ക്ലാർക്കിനെ ഉപയോഗിച്ചിട്ട് അത് ആന്റണി രാജു കൈവശപ്പെടുത്തിയിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് കോടതി കൊടുത്തെന്നുള്ളതാണ് ആ കേസിന്റെ അന്വേഷണ മധ്യേ ആ SP പറയുന്നത്. അവ അങ്ങനെ മാറ്റിയത് അത് വെട്ടിച്ചുരുക്കി കൊച്ചു കുട്ടികളുടെ പോലെ അണ്ടർവെയർ ആക്കി മാറ്റി. ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പം അത് അവിടുത്തെ ഹൈക്കോടതി ജഡ്ജി അവിടുത്തെ രജിസ്ട്രാറോട് പറഞ്ഞ് ഈ ഒരു ആർഗ്യുമെന്റ് നോക്കണം, ആ തൊണ്ടി സാധനം നിക്കർ നോക്കിക്കഴിഞ്ഞപ്പം അത് വലിയവർ ഉപയോഗിക്കുന്നതല്ല, ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയപ്പോഴാണ് ആ കേസ് വിട്ടത്. പക്ഷെ അതിനെതിരായി വീണ്ടും മനോരമയിലുണ്ടായിരുന്ന ഒരു പത്രപ്രവർത്തകൻ അയാളും അങ്ങനെയാണ് ഇതിനകത്ത് രംഗത്ത് ആദ്യം വന്നത് കൃത്യമായിട്ട് വെട്ടിച്ചുരുക്കിയതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീടാണ് നിയമ നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ടീമായി ഉണ്ടായ ഒരു കേസാണ്. ഇന്റർപോൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വിവരങ്ങൾ നൽകിയിട്ടുള്ള കേസാണ്. ആന്റണി രാജു, അഭിഭാഷകനായിരുന്ന ആന്റണി രാജു, അങ്ങനെയാണ് ഈ കേസിലേക്ക് പ്രതികരിക്കപ്പെടുന്നത്.